കോഴിക്കോട് ഒരമ്മയുടെ 3 പെൺമക്കൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. പേരാമ്പ്ര കിഴക്കയിൽ ഓമന അമ്മയുടെ 3 പെൺമക്കളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. മൂത്ത മകൾ വനജ പേരാമ്പ്ര പഞ്ചായത്തിലേക്കും രണ്ടാമത്തെ മകൾ സരിത കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഇളയ മകൾ സജിത മണിയൂർ പഞ്ചായത്തിലേക്കുമാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. 3 പേരും LDF സ്ഥാനാർത്ഥികൾ. അച്ഛൻ പരേതനായ കുഞ്ഞികൃഷ്ണൻ നായരുടെയും അമ്മ ഓമനമ്മയുടെയും രാഷ്ട്രീയ പാത പിന്തുടർന്നാണ് 3 മക്കളും പൊതുരംഗത്തേക്ക് എത്തിയത്. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ ഞങ്ങളെ കൈപിടിച്ച് ഈ രാഷ്ട്രീയ രംഗത്തിലേക്കാണ് ഇറക്കിയത്. അതുപോലെ തന്നെ കലാരംഗത്തായാലും സാമൂഹ്യ രംഗത്തൊക്കെ അച്ഛൻ്റെ ഒരു പാതയിൽ കൂടെ ഞങ്ങൾ നീങ്ങി ഈ ഒരു സമയം വരെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനമൊക്കെ ആയിരുന്നു നടന്ന ഞങ്ങൾ 3 പേരും. ഒരുമിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കൂടുതൽ ഊർജ്ജം പകരുന്നു. നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ 3 പേരും ഒരു വീട്ടിൽ നിന്ന് തന്നെ വന്നതിന് അധികം സന്തോഷമുണ്ട്. ഞാൻ മണിയൂർ പഞ്ചായത്തിൽ ആദ്യം കുടുംബശ്രീൻ്റെ ചെയർപേഴ്സണായിരുന്നു. ഇപ്പോഴാണ് എന്നെ 6ാം വാർഡ് മെമ്പറാക്കി മത്സരിക്കാൻ ആക്കിയത്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണത്തിൽ വലിയ ആത്മവിശ്വാസം. ഞാനിപ്പോൾ കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മുട്ടുനടയിലെ മെമ്പറാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. ഇപ്പം മത്സരിക്കുന്നത് കുന്നുമ്മൽ ബ്ലോക്ക് ഡിവിഷനായ കൈവേലി ഡിവിഷനിലാണ്. പൊതുരംഗത്ത് മാത്രമല്ല കലാരംഗത്തും ഈ സഹോദരിമാർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പാർട്ടി തന്റെ മക്കളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വൻ വിജയം നേടുമെന്ന് ഉറപ്പാണെന്നും ഓമന അമ്മ പറഞ്ഞു. അച്ഛൻ ആദ്യം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് രംഗത്തിറക്കിയതാണ്. അതിനകത്ത് പാർട്ടിയാണ് ഇവരെ ഇതുവരെ നയിച്ചത്. പാർട്ടീൻ്റെ പേരിലാണ് ഇവർ മുന്നോട്ട് പോയത്. ഇപ്പോൾ ആ പാർട്ടീൻ്റെ പേരിലാണ് ഇവർ 3 ആളിപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നത്. വിജയപ്രതീക്ഷയിലാണ് മൂവരും തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് കടക്കുന്നത്. ഇനിയുള്ള ദിനങ്ങളിൽ വീട് കയറിയുള്ള പ്രചാരണത്തിനായി ഇറങ്ങുകയാണ് സഹോദരിമാർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.